സ്റ്റോറി ലൈനിന്റെ കുട്ടിത്തെയ്യം എന്ന വീഡിയോ പരമ്പരയുടെ ഒന്നാം ഭാഗം കാണാത്തവർ അത് കണ്ടതിനുശേഷം ഈ ഭാഗം കാണൂ. 9 മാസങ്ങൾക്ക് ശേഷം അവൾക്കൊരു മകൻ ജനിച്ചു. പിന്നീടുള്ള നാളുകൾ ആ സ്ത്രീ അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു. ഒരു ദിവസം ആ സ്ത്രീയുടെ മകൻ ആ തറവാട്ടിനുള്ളിൽ കയറി. ആ കാലത്തെ അയിത്തം മൂലം ഇഷ്ടപ്പെടാതെ അവിടുത്തെ ജന്മി ആ സ്ത്രീയെയും മകനെയും അവിടുന്ന് പടിയിറക്കുകയും ചെയ്തു. പിന്നീട് അവൾ ആ മകനെയും കൊണ്ട് അവിടുന്ന് പോവുകയും ദിവസങ്ങളോളം അവർ അലഞ്ഞു തിരിഞ്ഞു അങ്ങനെ നടന്നവർ ഒരു കാട്ടിൽ എത്തപ്പെട്ടു. അന്നൊരു മാവാസി രാത്രിയായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ അവർ നടന്നു നീങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ മൃഗങ്ങളുടെ മുരളിച്ച് കേട്ടു പേടിച്ച് അവളുടെ മകൻ കരയാൻ തുടങ്ങി. അമ്മ മകനെ എടുത്ത് ഒക്കത്ത് വച്ചു ആശ്വസിപ്പിച്ചു. കുറച്ചുകൂടെ ദൂരം നടന്നപ്പോൾ ആ സ്ത്രീയുടെ കാലിൽ എന്തോ കൊണ്ടതുപോലെ തോന്നി. അത് വകവെക്കാതെ അവർ ആ കുഞ്ഞിനെയും കൊണ്ട് നടത്തം നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർക്ക് ഒരു പടി പോലും നടക്കാൻ കഴിയാതെയായി. അവർ വെച്ചു വീഴാൻ പോയി. ആ അമ്മ കുഞ്ഞിനെ താഴെ നിർത്തി. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ശരീരം ആകമാനം വേദന കൊണ്ട് പുളഞ്ഞു. അവൾ കുഴഞ്ഞു വീണു. അവളുടെ വായിൽ നിന്ന് നുരയും പാതയും വരാൻ തുടങ്ങി. അവൾ അവസാനമായി തന്റെ മകന്റെ ദയനീയമായ മുഖത്തേക്ക് നോക്കി. അങ്ങനെ അവളുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അതുകണ്ട് പേടിച്ച് ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. എത്ര കുലുക്കി വിളിച്ചിട്ടും അമ്മ ഉണർന്നില്ല. തളർച്ചയും ക്ഷീണവും മൂലം ആ കുഞ്ഞ് ബോധരഹിതനായി വീണു. നേരം പുലർന്നു. കാട്ടുവാസികൾ അതുവഴി നടന്നു വന്ന സമയം എന്തോ വഴിയിൽ കിടക്കുന്നത് കണ്ടു. അവർ അതിന് അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീയും അവളുടെ അരികിലൊരു കുഞ്ഞ് കിടക്കുന്നത് കണ്ട് അവർ ആ സ്ത്രീയെ വിളിച്ചു നോക്കിയെങ്കിലും അവൾ എഴുന്നേറ്റില്ല. അവളുടെ ശരീരം തണുത്തിരുന്നു. അത് നോക്കിയ മൂപ്പന് മനസ്സിലായി അവൾ മരിച്ചു കാലുകൾ നീളിച്ചിരുന്നു. കുട്ടിയെയും മൂപ്പൻ പരിശോധിച്ചു. എങ്കിൽ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവർ ആ കുട്ടിയെ എടുത്തിട്ട് ആ സ്ത്രീയുടെ ശരീരം മറവ് ചെയ്തു. ഒരു കൊല്ലത്തിനു ശേഷം തിരുവനന്തപുരത്തു നിന്ന് 16 മൈൽ മാറി ഒരു മല, അതിനു അടിവാരത്തായി ഒരു കൊച്ചു ഗോത്രവർഗക്കാർ താമസിച്ചിരുന്നു. ഈ ഗോത്രവർഗത്തിൽ ഏറ്റവും തലമൂത്തയാളെ മൂപ്പനായി കണക്കാക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ കുട്ടികൾ അസ്ത്രവിദ്യകളും ജ്ഞാനവും അറിവും നേടുന്നത്. മൂപ്പന് ഒരു മകൻ ഉണ്ടായിരുന്നു. ഏകദേശം 2 വയസ്സ് മാത്രം പ്രായം. അവൻ അസ്ത്രവിദ്യകളിലും മറ്റു പല കാര്യങ്ങളിലും അവൻ പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം മൂപ്പൻ കുട്ടികൾക്ക് ശിവഭവന്റെ കഥകൾ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടതും മൂപ്പന്റെ 2 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ശിവഭവനെ ആരാധിക്കുകയും ചെയ്തു. ഇത് കണ്ട് മൂപ്പൻ തന്റെ മകനെ രുദ്രൻ എന്നുള്ള പേര് ഇടുകയും ചെയ്തു. അങ്ങനെ നാളുകൾ കടന്നുപോയി. നമ്മുടെ രുദ്രൻ വളർന്ന ഒരു പുരുഷനായി. അവൻ മറ്റുള്ളവരിൽ നിന്ന് അപേക്ഷിച്ചു മഹാജ്ഞാനിയായി. ഭാവി പ്രവചിക്കാനും അപകടങ്ങളെ മുൻകൂട്ടി കാണുവാനും ഉള്ള ശക്തി ലഭിച്ചു. ആദ്യമൊക്കെ ആരും ഇത് വിശ്വസിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു രാത്രി രുദ്രന് ഉറക്കം വന്നില്ല. എന്തോ ആപത്ത് വരാൻ പോന്നതുപോലെ തോന്നി. അവനത് മൂപ്പന്റെ എടുത്തു പറഞ്ഞു. ആദ്യമൊക്കെ മൂപ്പൻ അത് കാര്യമാക്കിയില്ല. എങ്കിൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവരെ തേടി ആപത്ത് എത്തി. നരഭോജിയായ ഒരു പുലി അത് അവിടെയുള്ള ആളുകളുടെ കുടിൽ തകർത്തു. അവരെ ഭക്ഷിക്കാൻ തുടങ്ങി. അസ്ത്രവിദ്യകളിൽ രുദ്രനെ പോലെ പ്രഗത്ഭനായിരുന്നു കോലൻ, മൂപ്പന്റെ രണ്ടാമത്തെ പുത്രൻ. കൊലനും രുദ്രനും കൂടി ആ പുലിയെ തുരത്താൻ പലതും നോക്കി. എങ്കിലും അത് ഫലപ്രദമായില്ല. 2 പേരും അതീവമായി ക്ഷീണിച്ചെങ്കിലും അവർ വിട്ടില്ല. എന്നാ പുലി കൊലനെതിരെ അതിവേഗത്തിൽ ചാടി വീഴാൻ ഒരുങ്ങി. കണ്ട രുദ്രന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ വെളിച്ചം പുറപ്പെടുകയും അതേ പുലിക്ക് നേരെ ഒരു തൃശൂല പ്രഹാരം പോലെ പുലി ഭസ്മം